നമസ്കാരം. രാഷ്ട്രീയ മണ്ഡലത്തിൽ അലയൊലികൾ സൃഷ്ടിച്ച ഒരു നിർണായക നീതിന്യായ ഇടപെടൽ. രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റ് താൽക്കാലികമായി തടഞ്ഞുകൊണ്ട് കേരള ഹൈക്കോടതിയുടെ ഉത്തരവ് വന്നിരിക്കുന്നു. അതെ, താൽക്കാലികമായി തടഞ്ഞിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റ്. മാങ്കൂട്ടം നൽകിയ മുൻകൂർ ഹർജിയിലാണ് കോടതിയുടെ നിർദ്ദേശം. കേസ് പരിഗണിക്കുന്നത് ഈ മാസം 15-നാണ്. അന്ന് വരെയാണ് ജസ്റ്റിസ് കെ ബാബു അറസ്റ്റ് തടഞ്ഞിരിക്കുന്നത്. കേസിൽ വിശദമായി വാദം കേൾക്കണമെന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് കോടതിയുടെ ഉത്തരവ്. കോടതി ചേർന്നയുടൻ രാഹുലിന്റെ അഭിഭാഷകൻ മുൻകൂർ ജാമ്യത്തിന്റെ കാര്യം ജസ്റ്റിസ് കെ ബാബുവിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി. കേസുമായി ബന്ധപ്പെട്ട കുറേയേറെ കാര്യങ്ങൾ തങ്ങൾക്ക് ബോധിപ്പിക്കാനുണ്ടെന്ന് അഭിഭാഷകൻ പറഞ്ഞു. തുടർന്ന് കേസിൽ വിശദമായി വാദം കേൾക്കാൻ കോടതി തീരുമാനിക്കുകയായിരുന്നു. കേസ് 15-ന് പരിഗണിക്കാമെന്നും അതുവരെ അറസ്റ്റ് ചെയ്യരുതെന്നും കോടതി നിർദ്ദേശിക്കുകയും ചെയ്തു. യുവതിയെ ബലാത്സംഗം ചെയ്യുകയും നിർബന്ധിച്ച് ഗർഭഛിദ്രം നടത്തുകയും ചെയ്തെന്ന കേസിലാണ് രാഹുൽ മാങ്കൂട്ടം MLA മുൻകൂർ ജാമ്യ ഹർജിയുമായി ഹൈക്കോടതിയെ സമീപിച്ചത്. പരസ്പര സമ്മതത്തോടെയുള്ള ബന്ധമായിരുന്നെന്നും ബന്ധത്തിൽ വിള്ളലുണ്ടായപ്പോൾ യുവതി പരാതി നൽകിയതാണെന്നുമാണ് ഹർജിയിൽ പറഞ്ഞിരിക്കുന്നത്. ആരോപണം ബലാത്സംഗ കുറ്റത്തിന്റെ നിർവചനത്തിൽ വരുന്നതല്ലെന്നും ഗർഭഛിദ്രം നടത്തിയെന്ന ആരോപണം തെറ്റിദ്ധരിപ്പിക്കാനാണെന്നും ഇക്കാര്യത്തിൽ തന്റെ പക്കൽ മതിയായ തെളിവുകൾ ഉണ്ടെന്നും ഹർജിയിൽ പറയുന്നുണ്ട്. ഇതിനു പുറമെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യേണ്ട ആവശ്യമില്ലെന്നും അന്വേഷണവുമായി സഹകരിക്കാൻ താൻ തയ്യാറാണെന്നും പറയുന്നു. കോടതി വിധിക്ക് കാത്തു നിൽക്കാതെ പോലീസ് തന്നെ വേട്ടയാടുകയെന്നാണ് രാഹുലിന്റെ മറ്റൊരു വാദം. അതിനാൽ തെളിവ് ഹാജരാക്കാൻ സമയം വേണമെന്നും അന്വേഷണത്തിലും രാഷ്ട്രീയ സ്വാധീനമാണ് മുന്നിലെന്നും സൂചിപ്പിക്കുന്നുണ്ട്. ഇതിനു പുറമെ ഏറെ വൈകിയാണ് പരാതി മുഖ്യമന്ത്രിക്ക് യുവതി നൽകിയതെന്നും കൃത്യമായ നടപടികളൊന്നും പാലിച്ചിട്ടില്ലെന്നും FIR-ന്റെ പകർപ്പടക്കം നൽകിയിട്ടില്ലെന്നും വൈകിയുള്ള പരാതിയിൽ പ്രാഥമിക അന്വേഷണം നടത്തണമെന്ന് സുപ്രീം കോടതി നിർദ്ദേശം നൽകിയിട്ടുള്ളതാണെന്നുമെല്ലാം ഹർജിയിൽ പറയുന്നുണ്ട്. അന്വേഷണ ഉദ്യോഗസ്ഥന്റെ മുന്നിൽ ഹാജരാകാൻ അവസരം നൽകിയാൽ കുറ്റകൃത്യത്തിന്റെ സാഹചര്യങ്ങൾ വിശദീകരിക്കാൻ താൻ തയ്യാറാണെന്നും ഹർജിയിലുണ്ട്. തിരുവനന്തപുരം സെഷൻസ് കോടതി ജാമ്യാപേക്ഷ തള്ളിയതിനെ തുടർന്നാണ് രാഹുൽ ഹൈക്കോടതിയെ സമീപിച്ചത്. രാഹുലിനെതിരെയുള്ള ആരോപണത്തിന്റെ ഗൗരവം കണക്കിലെടുത്ത സെഷൻസ് കോടതി അന്വേഷണത്തെ ബാധിക്കുന്നു എന്ന് വിലയിരുത്തിയായിരുന്നു ഹർജി തള്ളിയത്. മുൻകൂർ ജാമ്യം നൽകിയാൽ സാക്ഷികളെ സ്വാധീനിക്കാനും തെളിവ് നശിപ്പിക്കാനും സാധ്യതയുണ്ടെന്നും കോടതി ചൂണ്ടിക്കാട്ടിയിരുന്നു. സെഷൻസ് കോടതി ജാമ്യം നിഷേധിച്ചതിന് പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിനെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിരുന്നു. അതേസമയം 10-ാം ദിവസവും രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിൽ തുടരുകയാണ്. രാഹുലിനെ കണ്ടെത്താൻ പോലീസ് തിരച്ചിൽ ഊർജിതമായി നടക്കുന്നുണ്ട്. രാഹുലിന്റെ ഒളിവ് സങ്കേതം ഇനിയും കണ്ടെത്താനായിട്ടില്ല. ഒളിവ് മാസത്തിനിടെ പലതവണ മൊബൈൽ ഫോണും കാറും രാഹുൽ മാങ്കൂട്ടത്തിൽ മാറി ഉപയോഗിക്കുന്നുണ്ടെന്നാണ് വിവരം. MLA-യുടെ 2 പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. പാലക്കാട് നിന്ന് മുങ്ങിയപ്പോൾ ഇരുവരും രാഹുലിനൊപ്പം ഉണ്ടായിരുന്നെന്നാണ് റിപ്പോർട്ട്. ഹൈക്കോടതിയുടെ ഈ താൽക്കാലിക ഉത്തരവ് രാഹുൽ മാങ്കൂട്ടത്തിന് അടിയന്തര ആശ്വാസം നൽകുന്നുണ്ടെങ്കിലും നിയമ പോരാട്ടം ഇനിയും തീർന്നിട്ടില്ല. താൽക്കാലികമായ ഈ സ്റ്റേ ഒരു പോസ് ബട്ടൺ മാത്രമാണ്. ഡിസംബർ 15-ന് കേസ് വീണ്ടും പരിഗണിക്കുമ്പോൾ മുൻകൂർ ജാമ്യാപേക്ഷയുടെ നിയമപരമായ വശങ്ങളെല്ലാം ആഴത്തിൽ പരിശോധിക്കപ്പെടും. അന്തിമവിധി എന്തു തന്നെയായാലും ഈ കേസ് ഇതിനകം തന്നെ കേരള രാഷ്ട്രീയത്തിൽ വലിയ കോളിളക്കം സൃഷ്ടിച്ചു കഴിഞ്ഞു. തദ്ദേശ തെരഞ്ഞെടുപ്പിന് ഇനി ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. അത് കഴിഞ്ഞ് മാസങ്ങൾക്കുള്ളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരും. കഴിഞ്ഞ 10 വർഷമായി കോൺഗ്രസ് പ്രതിപക്ഷത്താണ്. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ജീവൻ മരണ പോരാട്ടമാണ്. തെരഞ്ഞെടുപ്പിൽ വിജയിക്കാനുള്ള ഓട്ടത്തിനിടെയാണ് കോൺഗ്രസിന്റെ MLA ആയ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത്തരം ഒരു കേസിൽ പെടുന്നത്. ഇതോടുകൂടി കോൺഗ്രസ് ശരിക്കും പ്രതിരോധത്തിലായി. ഈ കേസ് തെരഞ്ഞെടുപ്പിനെ പ്രതികൂലമായി ബാധിക്കുമോ എന്ന് പോലും പല നേതാക്കൾക്കും ആശങ്കയുണ്ടായിരുന്നു. ഒരു വശത്ത് കോൺഗ്രസിലെ ആഭ്യന്തര പ്രശ്നങ്ങളും കലഹങ്ങളും തർക്കങ്ങളും, മറുവശത്ത് മാങ്കൂട്ടത്തിനെതിരെയുള്ള കേസ്. എന്തായാലും ഡിസംബർ 15 രാഹുൽ മാങ്കൂട്ടത്തിനും കോൺഗ്രസിനുമൊക്കെ നിർണായകമായിരിക്കും. ന്യൂസ് ഡെസ്ക്, ഈനാട് മലയാളം.